ഹൈക്കമാൻഡ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കണ്ണൂരെ മഹാനായ നേതാവ് കുമ്പക്കുടി സുധാകരൻ വിമതനാകും എന്ന് ഭീഷണി മുഴക്കുകയും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അത്ര തന്നെ നെഞ്ചൂക്കും തലയെടുപ്പും ഇല്ലാത്ത വേറൊരു നേതാവ്, വേറൊരു നിയമസഭാംഗം, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് എൽദോസ് കുന്നപ്പള്ളി എന്നാണ്. അദ്ദേഹം സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ റിബലായിട്ട് മത്സരിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നോ ഉറച്ചു നിന്നാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നോ പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടി പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലും അപ്പക്കഷങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയോ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ പിൻവലിപ്പിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം പെരുമ്പാവൂരാണ്. എൻ്റെ വീടിരിക്കുന്ന മണ്ഡലം ആലുവയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആലുവയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത, അത് പൊതുവേ ഒരു UDF മണ്ഡലമായിട്ട്, ഒരു കോൺഗ്രസ് ഭൂരിപക്ഷ മണ്ഡലമായിട്ടാണ് കരുതപ്പെടുന്നത്. വളരെ കാലം നമ്മുടെ PP തങ്കച്ചനായിരുന്നു പെരുമ്പാവൂരിൻ്റെ നിയമസഭയിൽ പ്രതികരിച്ച് KPCC വൈസ് പ്രസിഡൻറ്റും നിയമസഭാ സ്പീക്കറും മന്ത്രിയുമൊക്കെ ആയിരുന്നു PP തങ്കച്ചൻ. അദ്ദേഹം പെരുമ്പാവൂർ ഒരു വക്കീൽ കൂടിയായിരുന്നു. 1982 മുതൽ 2001 വരെ ദീർഘകാലം അദ്ദേഹം പെരുമ്പാവൂരിൻ്റെ പ്രതിനിധിയായിരുന്നു. 2001 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയി. തങ്കച്ചനെ തോൽപ്പിച്ചു എന്ന് പറയുന്നേക്കാളും തങ്കച്ചൻ തോറ്റുപോയി എന്ന് പറയുന്നത് കൂടുതൽ ശരി. കാരണം എന്താ വെച്ചാൽ എറണാകുളം ജില്ലയിലുള്ള ബാക്കി എല്ലാ UDF MLA മാരും ജയിച്ചപ്പോൾ, എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു. 14-13 സീറ്റും UDFന് കിട്ടിയപ്പോൾ തോറ്റുപോയ വ്യക്തി തങ്കച്ചൻ ചേട്ടനായിരുന്നു. അങ്ങനെ ജയിച്ച ആളാണ് സാജു പോൾ. CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചെങ്കിലും അങ്ങനെയാണ് പുള്ളി അവസാനം വരെ അറിയപ്പെട്ടെങ്കിലും അദ്ദേഹം സത്യത്തിൽ തങ്കച്ചനേക്കാൾ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇദ്ദേഹം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ PI പൗലോസ് പണ്ട് പെരുമ്പാവൂർ MLA ആയിരുന്ന ആളാണ്. അങ്ങനെ സാജു പോൾ കോൺഗ്രസ്സുകാരൻ്റേതായ എളിമയും വിനയവും സൗശീല്യവും ഒക്കെ ഉള്ള ഒരാളാണ്. അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമാണ്. അങ്ങനെ സാജു പോൾ 3 പ്രാവശ്യം ജയിച്ചു. നല്ലൊരു MLA ആയിരുന്നു. നല്ല കാര്യഗൗരവമുള്ള, വകതിരിവുള്ള, മര്യാദയുള്ള, നിയമസഭയിൽ ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്ന, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ആളായിരുന്നു. പക്ഷേ കഷ്ടകാലം കൊണ്ട് അദ്ദേഹം തോറ്റുപോയി. ഈ നാട്ടിലെമ്പാടും പിണറായി തരംഗം അല്ലെങ്കിൽ LDF തരംഗം വീശിയ 2016 ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൽ സാജു പോൾ തോൽക്കുകയും എൽദോസ് കുന്നപ്പള്ളി ജയിക്കുകയും ചെയ്തു. കുന്നപ്പള്ളി അതിനു മുമ്പ് പെരുമ്പാവൂർ വലിയ സുപരിചിതരൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് അദ്ദേഹം വരുന്നു. അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എന്ന ഒരു അധിക യോഗ്യത അദ്ദേഹത്തിനുണ്ട്. ചെറുപ്പക്കാരനാണ്, ആൾ സുമുഖനാണ്, വലിയ വാഗ്മിതയൊന്നുമില്ല. പക്ഷേ രസകരമായിട്ട് സംസാരിക്കും. കേൾക്കുന്നവർക്ക് ഒരു ഇമ്പം തോന്നും. ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കൊരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരാളാണ്. കഷ്ടകാലം കൊണ്ട് സാജു പോൾ തോൽക്കുകയും, പെരുമ്പാവൂർക്കാരുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ സാജു പോൾ തോൽക്കുകയും എൽദോസ് ജയിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ സാജു പോളിൻ്റെ കഴിവോ മറ്റ് ക്വാളിറ്റീസ് ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട് ഒന്നും ഉള്ള ആളല്ല എൽദോസ്. പക്ഷേ എൽദോസിന് ആളുകൾക്ക് ഇഷ്ടമാണ്, അത്രമാത്രമേ ഉള്ളൂ. എൽദോസ് കുന്നപ്പള്ളി 5 കൊല്ലം തികച്ചു. അതിനിടയ്ക്ക് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ വീണ്ടും മത്സരിക്കുന്നു. അപ്പോൾ 2020 ഒരു സ്ഥാനാർത്ഥി എതിര് വരുന്നു. ആ സ്ഥാനാർത്ഥി കണ്ടവർ വോട്ട് ഭിന്നിപ്പിച്ച് എൽദോസ് തോറ്റുപോകും എന്നൊരു ധാരണ, ഒരു നിലവരെ ഉണ്ടായി. പക്ഷേ എൽദോസിന് വേറൊരു സൗകര്യം കിട്ടി. എന്താ വെച്ചാൽ ഈ സീറ്റ് CPMൽ നിന്നെടുത്ത് മാണി ഗ്രൂപ്പിന് കൊടുത്തു. മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി സംഗതി വശാൽ കത്തോലിക്കനായിരുന്നു. കത്തോലിക്കനായ ഒരു സ്ഥാനാർത്ഥി സാധാരണ രീതിയിൽ പെരുമ്പാവൂർക്കാരെ അംഗീകരിക്കില്ല. പെരുമ്പാവൂർ മിക്കവാറും യാക്കോബായക്കാരനായിരിക്കണം, അല്ലെങ്കിൽ നായരെങ്കിലും ആയിരിക്കും. കത്തോലിക്കർ വളരെ കുറവും യാക്കോബായക്കാർ വളരെ കൂടുതലുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. അവിടെ കത്തോലിക്കനായ ബാബു ജോസഫ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 2 അടയാളത്തിൽ മത്സരിച്ചപ്പോൾ യാക്കോബായക്കാർ ഉള്ളോട്ട് എതിർത്തു. മാർക്സിസ്റ്റുകാർ പരസ്യമായിട്ട് അദ്ദേഹത്തെ വേല വെച്ചു. അങ്ങനെ അദ്ദേഹം തോറ്റുപോയി. അഥവാ എൽദോസ് ജയിച്ചു. 2020 ധാരാളം വോട്ട് ഭിന്നിപ്പിച്ചിട്ട് എൽദോസ് വീണ്ടും നിയമസഭാംഗമായി. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകവേ അദ്ദേഹത്തെക്കുറിച്ച് ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായി. പീഡനം സംബന്ധിച്ച് ഒരു പരാതി വന്നു. സത്യം പറഞ്ഞാൽ ആ പരാതി വായിച്ചാലും അതിൻ്റെ കേസ് ഡയറി വായിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിൽ വേറെ എന്തൊക്കെയുണ്ടെങ്കിലും പീഡനം എന്ന് പറയുന്ന സാധനം നിലനിൽക്കില്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതിനെതിരെ സർക്കാർ അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലെത്തിയപ്പോൾ
ശ്രീ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എഴുതിയ ഒരു വിധിയുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവും ഇതിൽ പീഡനത്തിൻ്റെ ശതമാനം എത്രയുണ്ട്, അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത്. അതിൽ വേറെ എന്തൊക്കെയുണ്ടെങ്കിലും ബലാത്സംഗമില്ല, മാനഭംഗമില്ല, പീഡനവുമില്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അറിയാം. പാർട്ടിയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും ആ ഓർഡർ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. മാത്രവുമല്ല, ഇതിൻ്റെ പേരിൽ എൽദോസിന് എന്തെങ്കിലും ഒരു പതിത്വം കൽപ്പിച്ചായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. പാവം എൽദോസ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വീട് വീടാന്തരം കയറി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് മോനെ എൽദോസ്, കോൺഗ്രസ് പാർട്ടിയിൽ മൊത്തം സദാചാരവാദികളാണ്, നമ്മൾ ഇനിമേൽ സദാചാര നിരതരല്ലാത്ത ആരെയും സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൽദോസ് മൂവാറ്റുപുഴയ്ക്ക് പോയത്. അവിടെ പോയിട്ട് വല്ല കപ്പയ്ക്ക് കളയ്ക്കുകയോ അല്ലെങ്കിൽ വാഴക്കൃഷി നടത്തുകയോ ചെയ്തത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഭാഗ്യം പരീക്ഷിച്ചത്. ഇതൊന്നും ചെയ്തില്ല. എൽദോസ് ഇതാ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് സകല പണികളും പൂർത്തീകരിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ ദേ പറയുന്നു എൽദോസ് കുന്നപ്പള്ളി കൊളരാത്തവൻ, ഇവനെ മത്സരിപ്പിക്കാൻ പാടില്ല. അത് ഒരു മർമരം ക്യാമ്പയിനായിട്ടാണ് വന്നത്, മുറുമുറുക്കലായിട്ടാണ് വന്നത്. എൽദോസിനെ വിളിച്ച് നിനക്ക് ഇത്തവണ സീറ്റില്ല കേട്ടോ എന്ന് KPC പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ പറഞ്ഞില്ല. എൽദോസ് പാവം ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് കിട്ടേണ്ട ആവശ്യമില്ല, കിട്ടിയിരിക്കുകയാണ്. സിറ്റിംഗ് MLA-മാർക്ക് എല്ലാവർക്കും സീറ്റുണ്ട്. ബാബുവിന് ഒഴിച്ച്. ബാബു വേണ്ടാന്ന് പറഞ്ഞ കടലാസിന് എഴുതി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ്. പിന്നെ ഒരാൾക്ക് ഇല്ലാത്തത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അവന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം എൽദോസിനെതിരെയുള്ള പരാതിയല്ല, രാഹുലിനെതിരെയുള്ള പരാതി. അതിൻ്റെ സീരിയസ്നെസ് വളരെ കൂടുതലാണ്, അതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ഏതായാലും എൽദോസ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കടലാസ് വരുമ്പോഴേ അറിയുള്ളൂ നമ്മൾ സ്ഥാനാർത്ഥിയാണോ അല്ലേ എന്നുള്ളത്. VD സതീശൻ്റെ പേരും സണ്ണി ജോസഫിൻ്റെ പേരും ഒക്കെ പ്രഖ്യാപിക്കേണ്ട ഹൈക്കമാൻഡാണ്. അങ്ങനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആദ്യത്തെ ലിസ്റ്റിൽ ആലുവയിൽ അൻവർ സാദത്തുണ്ട്, അങ്കമാലിയിൽ റോജി M. ജോണുണ്ട്, മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനുമുണ്ട്. ഈ 3 പേർക്കും ഇടയ്ക്ക് കിടക്കുന്ന പെരുമ്പാവൂരിൽ ആരുടെയും പേരില്ല. അപ്പോൾ സംഗതി സീരിയസ് ആയി. എൽദോസ് പാവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഒരു വിമാന ടിക്കറ്റ് തരപ്പെടുത്തി ഡൽഹി പോയിട്ട് ഹൈക്കമാൻഡിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ച് ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒന്നിച്ചെല്ലാവരും കൊല്ലമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടവരെ കാശ് ചിലവാക്കി, ഈ അവസരത്തിൽ എന്നെ തള്ളിക്കളയരുത് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ഇംഗ്ലീഷിൽ കരഞ്ഞ് കാല് പിടിച്ചൊക്കെ പറഞ്ഞു വയ്ക്കും. പക്ഷേ ഹൈക്കമാൻഡിലിരിക്കുന്ന ബോറന്മാർക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ അവർക്ക് വേറെ എന്തോ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരെ ആരോ അതിഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് സത്യം. അങ്ങനെ എൽദോസിന് സീറ്റില്ല. മനോജ് മൂത്തേടൻ എന്ന് പറഞ്ഞ വേറൊരു വിദ്വാനാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു. മനോജ് മൂത്തേടന് ചെറിയ ഒരു ഹാൻഡിക്യാപ്പുള്ള, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി സുറിയാനി കത്തോലിക്കനാണ്. അപ്പോൾ സഭയുടെ സമ്മർദ്ദവുമുണ്ട് എന്നാണ് കേൾക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതക്കാർ മനോജ് മൂത്തേടനെ പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടത്രേ. അവർ പറയുന്നത് എറണാകുളം ജില്ലയിൽ സുറിയാനി കത്തോലിക്കർക്ക്, സീറോ മലബാറുകാർക്ക് അവരർഹിക്കുന്ന അത്രയും പ്രാതിനിധ്യമില്ല. ലത്തി കത്തോലിക്കർക്ക് 2 സീറ്റുണ്ട്, യാക്കോബായക്കാർക്ക് UDF-ൽ മൊത്തം 3 സീറ്റുണ്ട്, പെരുമ്പാവൂർ കൂടി കൂടുമ്പോൾ 4 സീറ്റാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു സീറ്റ് പിടിച്ച് പറിച്ച് തരണം എന്നാണ് അവരുടെ ആവശ്യം. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സണ്ണി ജോസഫ് ഒരു കത്തോലിക്കനാണ്, സുറിയാനി കത്തോലിക്കനാണ്. പിന്നെ അദ്ദേഹം ഇതുപോലെ പല ബിഷപ്പന്മാരുടെയും കാല് പിടിച്ചിട്ടും ആസനം തടവിട്ടുമൊക്കെയാണ് ആ സ്ഥാനത്ത് എത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാന യോഗ്യത കത്തോലിക്കനാണെന്നുള്ളതാണ്, അല്ലാണ്ട് കാര്യപ്രാപ്തി ഉണ്ടെന്നുള്ളതല്ല. അങ്ങനെ ഈ പാവപ്പെട്ടവനെ കുരുതി കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇവൻ സദാചാര വിരുദ്ധനായി, കൊളരാത്തവനായി, പെണ്ണുപിടിയനായി, സീറ്റ് നിഷേധിക്കപ്പെട്ടവനായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇതേ ആരോപണം നേരിട്ട ആളാണല്ലോ ഇപ്പോഴും നേരിട്ട് അഗ്നിശുദ്ധി തെളിയിക്കാത്ത ആളാണ് കോവളത്തെ M. വിൻസെൻ്റ്. ഇതുപോലത്തെ ആരോപണത്തിന് നെല്ലെത്രയുണ്ട്, പതിനെത്രയാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം, കോവളത്തെ വോട്ടർമാർക്കും അറിയാം. വിൻസെൻ്റ് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വിൻസെൻറ്റിന് അതിനുശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തത്. ഈ തവണ വീണ്ടും വിൻസെൻ്റ് കോവളത്ത് മത്സരിക്കുന്നു. വിൻസെൻറ്റിന് ഒരു പതിത്വവുമില്ല. പാവ എൽദോസിനാണ് പതിത്വം. എൽദോസ് കൊളരാത്തവൻ, കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവൻ. ബാക്കി എല്ലാവരും എന്താണ് പരമയോഗ്യന്മാർ. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലെ ഏകപത്നി വ്രതക്കാരായിട്ട് കഴിയുന്നവരാണ് ബാക്കി എല്ലാ കോൺഗ്രസ്സുകാരും. ഇവ മാത്രം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, തല്ലിപ്പൊളി. അങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു കൊളരാത്തവനായിട്ട് ചിത്രീകരിച്ച് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി പുള്ളിയുടെ മുമ്പിൽ എന്താണ് വഴിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മുമ്പിൽ പല വഴികളുമുണ്ട്. റിബലായിട്ട് മത്സരിക്കാം, നോമിനേഷൻ കൊടുക്കാൻ വേണമെങ്കിൽ
ഇതുപോലൊരു ഭീഷണി മുഴക്കിയിട്ട് ഹൈക്കമാൻഡിനെയോ ലോ കമാൻഡിനെയോ ഒക്കെ സ്വാധീനിച്ച് എന്തെങ്കിലും പദവികൾ നേടിയെടുക്കാം. അതല്ലെങ്കിൽ ആ വരാൻ പോണ സർക്കാരിൽ വാഴപ്പെട്ടി കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം വേണ്ടി പുള്ളി കൊടുക്കാമെന്ന് പറയാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുക. അല്ലെങ്കിൽ എറണാകുളം DCC പ്രസിഡൻ്റാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കാം, യാക്കോബായ സഭയുടെ പിന്തുണയിട്ട്. അതുമല്ലെങ്കിൽ BJPയുടെ പിന്തുണ സ്വീകരിക്കാം, അല്ലെങ്കിൽ CPMകാരുമായിട്ട് തന്നെ എന്തെങ്കിലും ടൈപ്പ് ഉണ്ടാക്കാം. പല വഴികളും അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നിടപ്പെട്ടു. ഏതായാലും എൽദോസിനോട് ചെയ്തത് നീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇവിടെ പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതുപോലെയൊക്കെ സദാചാരം അളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി വലിയ അപകടത്തിൽ ചെന്ന് പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മാത്രമല്ല, ഈ സദാചാരത്തിൻ്റെ 8 പീസായിട്ടിരിക്കുന്ന ആരാണെന്ന് കയറിയാൽ പാടില്ലേ? ആരാണ് പ്രധാനപ്പെട്ട 8 പീസ് എന്ന് പറയുന്നത്? KC വേണുഗോപാലാണ്. ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. കൂടുതൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, തൽക്കാലം പറയണ്ട എന്ന് വിചാരിച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലാൽ സലാം.